അമേഗ എന്ന പേര് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് കഥ പറയാൻ പോകുന്നത്. വലിയ പേരാകുമ്പോൾ ഒരുപാട് സ്പെല്ലിംഗ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ വരയ്ക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് പാപ്പു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് കേട്ടോ. പാപ്പുവിന് ആർക്കും ഇഷ്ടമല്ലെന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. കാരണം അവൾ പഠിക്കാൻ അത്ര മിടിക്കൊന്നും ആയിരുന്നില്ല, കാണാനും അത്ര സുന്ദരിയായിരുന്നില്ല എന്നാണ് അവളുടെ വിചാരം. എന്നാൽ പാപ്പുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും അവളോട് വലിയ സ്നേഹമായിരുന്നു. അവൾ എപ്പോഴും അവളോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ പാപ്പുവിന് ഒരു ചെറിയ പക്ഷീനെ കിട്ടി. അത് കുഞ്ഞൊരു പക്ഷിയായിരുന്നു കേട്ടോ. അവൾ അതിനെ വീട്ടിലേക്ക് എടുത്തിട്ട് വന്ന് അതിനെ പരിചരിച്ച് വളർത്തിയെടുത്തു. നല്ലൊരു തത്തമ്മയായിരുന്നു അത്. അപ്പോൾ ഒരു തത്തമ്മയെ കിട്ടിയപ്പോൾ അവൾക്ക് വീണ്ടും കിളികളൊക്കെ വേണമെന്ന് തോന്നി. അവളുടെ അമ്മ അച്ഛനതൊക്കെ വാങ്ങിക്കൊടുത്തു. അവളുടെ അമ്മ അച്ഛനും പറഞ്ഞു, നീ ഒരു പെറ്റ് ഷോപ്പ് തുടങ്ങുക, നിനക്കത് നല്ലതായിരിക്കും, നിനക്ക് മൃഗങ്ങളോട് കിളികളോടൊക്കെ നല്ല സ്നേഹമാണല്ലോ എന്ന്. അങ്ങനെ അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടിട്ട് അവൾ ഒരു പെറ്റ് ഷോപ്പ് തുടങ്ങി. അവളുടെ കൂട്ടുകാർക്കൊക്കെ നല്ല നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പഠിച്ചിട്ട് അവൾക്ക് ഒരു ജോലിയില്ല, ഒരു കഴിവില്ല എന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. അങ്ങനെ നമ്മുടെ പാപ്പുവിൻ്റെ പെറ്റ് ഷോപ്പ് പിന്നീട് വലുതായിട്ട് ഒരുപാട് പക്ഷികളും പിന്നെ കോഴിയും ഡോഗും ഒക്കെ അവിടെ വരാൻ തുടങ്ങി. അവൾ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഷെഡൊക്കെ ഉണ്ടാക്കി അവിടെ പാപ്പൂസ് പെറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ട് അവളുടെ പെറ്റ് ഷോപ്പ് വലുതാക്കി. സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ മിണ്ടാതിരുന്ന അവളുടെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ പെറ്റ്സിനെ വാങ്ങാനായിട്ട് അങ്ങോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ അവൾക്ക് ഇപ്പോൾ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ട്. അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഒപ്പം വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്താലേ നമ്മളെ എല്ലാവരും അംഗീകരിക്കുമെന്ന് പാപ്പുവിന് മനസ്സിലായി.